ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ PSC ആവർത്തിക്കുന്ന കുറച്ച് ഡിഗ്രി ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളും നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി ബാക്കി ഇന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 21 ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ് ഓപ്ഷൻ എയിൽ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെയാണ്? തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, മറാഠി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, മറാഠി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. കേന്ദ്ര ക്യാബിനറ്റ് 2024 ഒക്ടോബറിൽ ക്ലാസിക്കൽ പദവി നൽകിയ 5 ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി എന്നിവ. അപ്പം എന്താണ്? 2024 ഒക്ടോബറിൽ 2024 ഒക്ടോബറിൽ ക്ലാസിക്കൽ പദവി നൽകിയ 5 ഭാഷകൾ ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. പുതിയതായി 5 ഭാഷകൾക്ക് കൂടി ക്ലാസിക്കൽ പദവി ലഭിച്ചതോടെ ഇന്ത്യയിലെ ആകെ ക്ലാസിക്കൽ ഭാഷകളുടെ എണ്ണം 11ആയി. 2014 ഒക്ടോബർ 12-ന് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴാണ്. അപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചത് ഏതിനാണ്? തമിഴിന്. തുടർന്ന് 2005 നവംബറിൽ സംസ്കൃതത്തിനും ക്ലാസിക്കൽ പദവി നൽകി. 2008 ഒക്ടോബറിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചവയാണ് തെലുങ്ക്, കന്നഡ എന്നിവ. 5ാമതായി ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയത് മലയാളമാണ്. അപ്പോൾ മലയാളത്തിന് 5ാമതായിട്ടാണ് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടിയത്. എന്നാണ്? 2013-ലാണ്. 2013. ഒഡിയയെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിച്ചത് 2014 മാർച്ചിലാണ്. അടുത്തത് 22. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇന്റലിജൻസ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം. സ്വിച്ച്, റൂട്ടർ. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകൾക്കും കൈമാറുന്നതിലൂടെ നെറ്റ്വർക്കിനെ തിരക്കേറിയതാക്കി മാറ്റുന്ന ഉപകരണമാണ് ഹബ്ബ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശം അയക്കുക വഴി നെറ്റ്വർക്കിലെ തിരക്ക് കുറയ്ക്കുന്ന ഉപകരണമാണ് സ്വിച്ച്. ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ കട്ടറിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളെ മറ്റുള്ളവയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ അഥവാ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റാ വിനിമയ ഉപകരണമാണ് ഗേറ്റ്വേ. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ 2 ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപവൽക്കരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച്. 23. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. 1964-ൽ യൂണിയൻ സർക്കാർ നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിലെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കാനും ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നതായിരുന്നു കമ്മീഷന്റെ മറ്റൊരു ശുപാർശ. 24. 2020-ലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏവ?
ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3, 4 അപ്പോൾ അതെല്ലാമാണ് ആൻസർ. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ, പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും. 5+3+4. തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. ഇതാണ് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവറാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഏതാണ്? 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റി. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TSR സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലെ കമ്മിറ്റി സമർപ്പിച്ച കരട് വിദ്യാഭ്യാസ നയത്തിലാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി പഠനം നടത്തി 2019 മേയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് 2020 ജൂലൈ 29-നാണ്. 2020 ജൂലൈ 29-നാണ് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം, മുതിർന്നവരുടെ വിദ്യാഭ്യാസം, ഓൺലൈൻ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് 2020 വിദ്യാഭ്യാസ നയം പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നിലവിലുള്ള 10+2 ഘടന പരിഷ്കരിച്ചുകൊണ്ട് 3 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി 5+3+3+4 എന്ന പുതിയ ബോധന അധ്യയന ഘടന 2020 വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നു. അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ എന്നിവയാണ് 2020 വിദ്യാഭ്യാസ നയത്തിലെ പുതിയ ബോധന അധ്യയന ഘടന. അപ്പോൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ. അടിസ്ഥാനപരമായ ബോധന തലത്തിന് 2 വിഭാഗങ്ങളുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 3 വർഷത്തെ അങ്കണവാടി പ്രീ സ്കൂൾ ബാലവാടി തലമാണ് ഇതിൽ ഒന്നാമത്തത്. 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 2 വർഷം നീളുന്ന ക്ലാസ് 1, 2 എന്നിവയാണ് രണ്ടാമത്തത്. പ്രിപ്പറേറ്ററി തലം എന്നത് 3 വർഷം നീളുന്നതും 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ളതുമായ 8 മുതൽ 11 വയസ്സ് വരെയുള്ള കാലയളവ്. ക്ലാസ് 6 മുതൽ 8 വരെയാണ് മിഡിൽ ലെവൽ. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നീളുന്ന 3 വർഷത്തെ ബോധന കാലയളവാണിത്. 4 വർഷമാണ് സെക്കൻഡറി തലം. ക്ലാസ് 9 മുതൽ 12 വരെയുള്ള 14 മുതൽ വരെയുള്ളതും 14 മുതൽ 18 വയസ്സ് വരെയുള്ളതുമായ കാലയളവാണ്. അടുത്തത് 25. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ് ബി? ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനം അല്ലാത്തതാണിത്. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 വകുപ്പ് 16, 17 എന്നിവയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നാഷണൽ കൗൺസിലിനെ പറ്റി പരാമർശിക്കുന്നത്. കൗൺസിലിന്റെ ചുമതലകൾ ഇനി പറയുന്നവയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള നയങ്ങൾ, കാര്യപരിപാടികൾ, പദ്ധതികൾ, നിയമങ്ങൾ എന്നിവയ്ക്ക് രൂപം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യതയും പൂർണ്ണ പങ്കാളിത്തവും ഉറപ്പാക്കാനായി നടപ്പാക്കുന്ന പദ്ധതികളുടെയും നയങ്ങളുടെയും ഫലപ്രാപ്തി വിലയിരുത്തുക.
ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ വകുപ്പുകൾ, സർക്കാരേതര സംഘടനകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള ദേശീയ കൗൺസിലിന് രൂപം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും വകുപ്പിന്റെ സഹമന്ത്രി വൈസ് ചെയർപേഴ്സണും ആയിരിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. 26. ആറാം പഞ്ചവത്സര പദ്ധതിയിൽ താഴെ പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ സംരംഭം അവതരിപ്പിച്ചിട്ടില്ല. അതേതാണ്? ആൻസർ ഓപ്ഷൻ ബി, മിനിമം നീഡ്സ് പ്രോഗ്രാം. ഇതാണ് അവതരിപ്പിച്ചിട്ടില്ലാത്തത്. 1980-85 ആയിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1980-85. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു ആറാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IRDP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP തുടങ്ങിയ വികസന പദ്ധതികൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്. ഗ്രാമീണ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസന ലക്ഷ്യം DWCRA, ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചതും ഇക്കാലത്താണ്. ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പരിപ്രേക്ഷ്യ പദ്ധതികളുടെ പ്രസ്പെക്റ്റീവ് പ്ലാൻ ഒരു പരമ്പരയിലെ ആദ്യത്തെ ഘട്ടമായാണ് ആറാം പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടത്. 27. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്? 1ഉം 2ഉം ആണ്. പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. അപ്പം ഇതാണ് മോണ്ടാഗു ചെംസ്ഫോർഡ് നിയമത്തിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഏതാണ്? പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ ബ്രിട്ടന് നൽകിയ സേവനങ്ങൾക്ക് പകരമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഭരണഘടനാ പരിഷ്കരണ പദ്ധതിയായിരുന്നു 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. അപ്പം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ ബ്രിട്ടന് നൽകിയ സേവനങ്ങൾക്ക് പകരമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണഘടനാ പരിഷ്കരണ പദ്ധതിയായിരുന്നു ഏത്? 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മോണ്ടേഗുവും വൈസ്രോയിയായിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1919 ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കി. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്നാണിത് അറിയപ്പെട്ടത്. പ്രവിശ്യ ഭരണത്തിലാണ് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയത്. പ്രവിശ്യകളിൽ ദ്വിഭരണം അഥവാ ഡയാർക്കി ഏർപ്പെടുത്തി. പ്രവിശ്യകളിലെ ഭരണ വിഷയങ്ങളെ സംവരണം ചെയ്യപ്പെട്ടവ, കൈമാറ്റം ചെയ്യപ്പെട്ടവ എന്നിങ്ങനെ രണ്ടായി തിരിച്ചു. നിയമം ഭരണ വിഷയങ്ങളുടെ പട്ടികയെ കേന്ദ്ര പട്ടിക, പ്രവിശ്യ പട്ടിക എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചു. ഇന്ത്യയിലെ ഭരണഘടനാപരമായ വികാസത്തിലെ ഒരു സുപ്രധാന കാൽവെപ്പായി 1919 ഇന്ത്യ ഗവൺമെന്റ് നിയമം വിശേഷിപ്പിക്കപ്പെടുന്നു. 28. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിന്റെ ഉചിതമായ ഉദാഹരണം? ആൻസർ ഓപ്ഷൻ സി, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതാണ് ഭരണപരമായ വിധി നിർണയത്തിന്റെ ഉചിതമായ ഉദാഹരണം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട് 14A ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി
പ്രസ്തുത പാർട്ടിന്റെ ഭാഗമായ അനുച്ഛേദം 323A നിയമനങ്ങളും ജീവനക്കാരുടെ സേവനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് രൂപം നൽകണമെന്ന് നിഷ്കർഷിക്കുന്നു. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാർലമെന്റ് പാസാക്കി. എന്നാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട്. നിയമത്തിന് അനുബന്ധമായി രൂപം നൽകിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 2010 ഓഗസ്റ്റ് 25 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ ആദ്യ ചെയർമാനായി 2019 ഡിസംബർ 22 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാണ് 2011 ഡിസംബർ 22. ആരാണ് ചെയർമാൻ? ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ച് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ വഞ്ചിയൂരാണ്. അഡീഷണൽ ബെഞ്ച് കൊച്ചിയിലുമുണ്ട്. 29. ഭാസന്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ടി ഗണപതി ശാസ്ത്രി. തിരുവിതാംകൂറിലെ പ്രഗത്ഭനായിരുന്ന സംസ്കൃത പണ്ഡിതനും താളിയോല ഗ്രന്ഥാലയ വിദഗ്ധനുമായിരുന്നു ഡോക്ടർ തരുവായി ഗണപതി ശാസ്ത്രികൾ. ജർമ്മനിയിലെ ട്യൂബിംഗൽ സർവകലാശാല ഓണറ്റി ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1910 തെക്കൻ തിരുവിതാംകൂറിലെ പത്മനാഭപുരത്തിനടുത്തുള്ള മണലിക്കര കൽപ്പകമംഗലത്ത് മഠത്തിൽ നിന്നാണ് ഗണപതി ശാസ്ത്രികൾ ഭാസ നാടകങ്ങൾ വീണ്ടെടുത്തത്. 8 നൂറ്റാണ്ടുകളോളം ലഭ്യമല്ലാതിരുന്നവയായിരുന്നു ഈ ഭാസ കൃതികൾ. വീണ്ടെടുത്ത കൃതികളെ ഭാസ നാടക ചക്രം എന്ന പേരിൽ 1912 ഗണപതി ശാസ്ത്രികൾ പ്രസിദ്ധീകരിച്ചു. എന്നാണ് 1912. സ്വപ്നവാസവദത്തം, പ്രതിജ്ഞായൗ ഗ്രന്ഥരായണം, പഞ്ചരാത്രം, ചാരുദത്തം, ദൂതകടോൽക്കജം, അവിമാരകം, ബാലചരിതം, കർണാഭാരം, ഉരുഭംഗം എന്നിങ്ങനെ 13 നാടകങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഭാസ നാടക ചക്രം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിൽ നിന്നും സർക്കാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളുടെ പരമ്പരയായിരുന്നു അനന്തശയന ഗ്രന്ഥാവലി അഥവാ ട്രിവാൻഡ്രം സാൻസ്ക്രിറ്റ് സീരീസ്. ഇതിന്റെ മുഖ്യ ചുമതലക്കാരൻ ഗണപതി ശാസ്ത്രിയായിരുന്നു. 30. താഴെ പറയുന്നവയിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, 1, 3 മാത്രം. ഏതൊക്കെയാന്ന് നോക്കാം. 1, 3. സാർസുകളുടെ ഏകാധിപത്യ ഭരണം, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപവൽക്കരണം. അപ്പൊ ഏതൊക്കെയാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? സാർസുകളുടെ ഏകാധിപത്യ ഭരണം, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപവൽക്കരണം. റഷ്യൻ വിപ്ലവത്തിന് മുന്നോടിയായി മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ടതാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. അപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എങ്ങനെയാ പിരിഞ്ഞത്? മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി എന്നിവരാണ്. മെൻഷെവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെറൻസ്കി. അപ്പോൾ ബോൾഷെവിക് പാർട്ടിയുടെ നേതാക്കൾ ആരൊക്കെയാണ്? ലെനിനും ട്രോട്സ്കിയാണ്. മെൻഷെവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെറൻസ്കി. 1917 തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തതിനെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവ് അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിലെത്തുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. 1917 ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് റഷ്യയിൽ നിലനിന്നിരുന്ന താൽക്കാലിക ഗവൺമെന്റിനെ നയിച്ചത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചത് 1917 ഒക്ടോബറിലാണ്. കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്ത സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്ത സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത് 1917. 31. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്?
ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 148 പ്രകാരം സ്ഥാപിതമായ അതോറിറ്റിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ നിലവിലെ C&AG. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് അധികാരമുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തെ നീക്കം ചെയ്യാനാവൂ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കടമകൾ, അധികാരങ്ങൾ എന്നിവ അനുച്ഛേദം 149 വിവരിക്കുന്നു. യൂണിയന്റെ കണക്കുകളെ സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങളുടേത് ഗവർണർക്കുമാണ് C&AG സമർപ്പിക്കുന്നത്. അനുച്ഛേദം 151. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് C&AG. ആരാണ് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ? C&AG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 32. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 4ഉം മാത്രം. ഏതൊക്കെയാണോ? ഹാക്കിംഗ്, ഫിഷിംഗ്. കമ്പ്യൂട്ടറുകളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും ഒരു ടൂളായോ അവയെ ഒരു ലക്ഷ്യമായോ അതുമല്ലെങ്കിൽ അവ ഒരു കുറ്റകൃത്യം നടത്താനുള്ള സ്ഥലമായോ ഉപയോഗിക്കുന്നതിനെയാണ് സൈബർ കുറ്റകൃത്യം എന്ന് നിർവചിച്ചിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത അതിന്റെ പ്രാദേശികമല്ലാത്ത സ്വഭാവമാണ്. ഫിഷിംഗ്, ഹാക്കിംഗ്, സേവന ആക്രമണങ്ങൾ എന്നിവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളാണ്. അനുവാദമില്ലാതെയുള്ള കമ്പ്യൂട്ടർ ഉപയോഗം, ക്രെഡിറ്റ് കാർഡ് വഞ്ചന, നിയമാനുസൃതമല്ലാതെയുള്ള ഡൗൺലോഡ്, അശ്ലീല ചിത്രങ്ങൾ, സൈബർ ഭീകരവാദം, വൈറസുകൾ, ഉപയോഗശൂന്യമായ ഇമെയിലുകൾ അഥവാ സ്പാമുകൾ എന്നിവയെല്ലാം കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങളായ പ്രവർത്തനങ്ങളാണ്. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സ്വത്തിനെതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾ, ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. ഏതൊക്കെയാണ്? വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെ. സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും, സ്വകാര്യതാ ലംഘനം, അശ്ലീല ഉള്ളടക്കങ്ങളുടെ വ്യാപനം എന്നിവ വ്യക്തികൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ഭൗതിക സ്വത്ത് മോഷണം, ഇന്റർനെറ്റ് സമയ മോഷണം എന്നിവ സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളാണ്. സൈബർ ഭീകരത, വെബ്സൈറ്റ് വികൃതമാക്കൽ, ഭരണ വെബ്സൈറ്റുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവ ഭരണകൂടത്തിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്. 33. വിവരാവകാശ നിയമം 2005 ഏത് വകുപ്പാണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ നിർദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. വകുപ്പ് 8. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 13 പ്രാബല്യത്തിലായി. അപ്പൊ എന്നാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിലായത് എന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 13. 6 അധ്യായങ്ങളിലായി 31 വകുപ്പുകളാണ് 2005 വിവരാവകാശ നിയമത്തിനുള്ളത്. എത്രയാണ്? 31 വകുപ്പുകൾ. വിവരാവകാശ നിയമത്തിന് 2 അനുബന്ധ പട്ടികകളാണ് ഉള്ളത്. ഒന്നാമത്തെ പട്ടിക മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ സത്യപ്രതിജ്ഞയുടെ മാതൃകയാണ്. രണ്ടാമത്തെ പട്ടിക നിയമം ബാധകമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയാണ്. നിയമത്തിന്റെ 4-ാം വകുപ്പ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് പബ്ലിക് അതോറിറ്റികളുടെ കടമകൾ വിവരിക്കുന്നു. അപ്പോൾ നിയമത്തിന്റെ 4-ാം വകുപ്പ് എന്താണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട പബ്ലിക് അതോറിറ്റികളുടെ കടമകൾ വിവരിക്കുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത് വകുപ്പ് 5 പ്രതിപാദിക്കുന്നു. അപ്പോൾ വകുപ്പ് 5 എന്താണ് പ്രതിപാദിക്കുന്നത്? വിവിധ സ്ഥാപനങ്ങളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്. അതാണ് വകുപ്പ് 5 പ്രതിപാദിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഈ വിവരാവകാശത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം നോക്കി വെച്ചേക്കണം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ട വിധമാണ് നിയമത്തിന്റെ 6-ാം വകുപ്പ് വിശദമാക്കുന്നത്.
അപ്പോൾ 6-ാം വകുപ്പിൽ എന്താണുള്ളത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ വിവരിക്കുന്ന വകുപ്പ് 11. ഏതാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ വിവരിക്കുന്ന വകുപ്പ്? 11. നിയമത്തിന്റെ 12-ാം വകുപ്പ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപം നൽകുന്നതും 15-ാം വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപം നൽകുന്നതും പ്രതിപാദിക്കുന്നു. അപ്പം 12-ാം വകുപ്പ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപം നൽകുന്നതും 15-ാം വകുപ്പ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപം നൽകുന്നതും പ്രതിപാദിക്കുന്നു. 34. ഭൂമിയുടെ പുറന്തോടിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. അതായത് കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോട് കനം കുറഞ്ഞതാണ്. പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. ഇനി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗത്തിന് പറയുന്ന പേരാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയും. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണിത്. ഇതിന്റെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്രതട ഭൂവൽക്കവും. സമുദ്രതട ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രം കനമുള്ളപ്പോൾ വൻകര ഭൂവിഭാഗത്തിന് ഭൂവൽക്കത്തിന് ഏകദേശം 30 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ്? സമുദ്രതട ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ മാത്രമാണ് കനം. എന്നാൽ പിന്നെ വൻകര ഭൂവൽക്കത്തിന് എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. സമുദ്രതടത്തിന് 5 കിലോമീറ്റർ ആണെങ്കിൽ വൻകരയ്ക്ക് 30 കിലോമീറ്റർ ആണ് കനം. പ്രധാന പർവ്വത നിരകളുടെ ഭാഗത്ത് വൻകര ഭൂവൽക്കം കൂടുതൽ കനത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ പ്രധാന പർവ്വത നിരകളുണ്ടെങ്കിൽ വൻകര ഭൂവൽക്കം വളരെയധികം കനത്തിലാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളിയാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയുള്ള പാളി ഏതാണ്? മാൻഡിൽ. ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നത് മോഹോ പരിവർത്തന മേഖലയാണ്. അപ്പോൾ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ്? മോഹോ പരിവർത്തന മേഖല. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ മാൻഡിലിന്റെ ഭാഗമാണ്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നത് എന്താണ്? അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഇനി 35. ചുവന്ന ഡേറ്റാ ബുക്കിലെ പച്ച പേജുകളിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി. മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവയും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവിവർഗങ്ങളുടെ പട്ടിക. അതാണ് ചുവന്ന ഡേറ്റാ ബുക്കിലെ പച്ച പേജുകളിൽ കാണപ്പെടുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ് റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. വംശനാശം സംഭവിക്കുന്നതിൽ നിന്നും ജീവിവർഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യമായ ഉദ്ദേശം. റെഡ് ഡേറ്റാ ബുക്കിൽ 6 നിറങ്ങളിലുള്ള പേജുകളിലാണ് ജീവിവർഗങ്ങളെ പറ്റി വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കറുപ്പ്, ചുവപ്പ്, ആംബർ, വെളുപ്പ്, പച്ച, ഗ്രേ. ഭൂമുഖത്ത് നിന്നും വംശനാശം സംഭവിച്ച് എന്നേക്കുമായി അപ്രത്യക്ഷമായ ജീവികളാണ് ബ്ലാക്ക് പേജിലുള്ളത്. മൗറീഷ്യസിലെ ഡോഡോ പക്ഷി. ഏതൊക്കെയാണ് വംശനാശം സംഭവിച്ചത്? മൗറീഷ്യസിലെ ഡോഡോ പക്ഷി, സീ കൗ, പാസഞ്ചർ പീജിയൺ എന്നിവ ബ്ലാക്ക് പേജിലെ ജീവികൾക്ക് ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? മൗറീഷ്യസിലെ ഡോഡോ പക്ഷി, സീ കൗ, പാസഞ്ചർ പീജിയൺ തുടങ്ങിയവയാണ് ബ്ലാക്ക് പേജിലെ ജീവികൾ. വംശനാശ ഭീഷണിയുടെ വക്കിലുള്ളതും അതീവ ശ്രദ്ധ വേണ്ടതുമായ ജീവജാലങ്ങളാണ് റെഡ് പേജിലുള്ളത്. ഭീമൻ പാണ്ട, ഏഷ്യൻ ആന, നീലത്തിമിംഗലം. ഏതൊക്കെയാണ്? ഭീമൻ പാണ്ട, ഏഷ്യൻ ആന, നീലത്തിമിംഗലം. ഇതൊക്കെയാണ് റെഡ് പേജിലുള്ളത്. മതിയായ ശ്രദ്ധ നൽകാത്ത പക്ഷം വംശനാശത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ജീവജാലങ്ങളാണ് ആംബർ പേജിലുള്ളത്. മേഘപ്പുലി, കൃഷ്ണമൃഗം, നീലഗിരി മാർട്ടൻ എന്നിവയെല്ലാം ഈ വിഭാഗത്തിലാണ് ഉള്ളത്. വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ജീവജാതികളെയാണ് വൈറ്റ് പേജിൽ അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തു മാത്രം കണ്ടുവരാറുള്ള ജീവജാലങ്ങളാണിവ. യാതൊരുവിധ ഭീഷണികൾ ഇല്ലാത്തതും എണ്ണത്തിൽ അധികമുള്ളതുമായ ജീവികളാണ് ഗ്രീൻ പേജിലുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവ ഇനത്തിൽപ്പെട്ടതും അതേസമയം വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമല്ലാത്തതുമായ ജീവിവർഗങ്ങളാണ്
റെഡ് ഡേറ്റ ബുക്കിലെ ഗ്രേ പേജിലുള്ളത്. അപ്പോൾ ഗ്രേ പേജിലുള്ളത് എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്നതും അപൂർവ ഇനത്തിൽപ്പെട്ടതും അതേസമയം വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമല്ലാത്തതുമായ ജീവിവർഗങ്ങൾ. 36. ഹേമ കമ്മിറ്റി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം അന്വേഷിക്കുക. മലയാള സിനിമാ വ്യവസായത്തെ കൂടുതൽ ലിംഗ സൗഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് WCC സ്ഥാപിച്ചത്. ഈ സംഘടനയാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയമിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായ 3-അംഗ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് 2017 ജൂലൈയിലാണ്. 2017 ജൂലൈയിൽ. KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരമൊരു കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. 2019 ഡിസംബറിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. സിനിമാ സൈറ്റുകൾ, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ സാന്നിധ്യം വ്യാപകമാണെന്നും ഇത്തരം വീഴ്ചകൾ അന്വേഷിക്കാൻ ഒരു ട്രിബ്യൂണൽ രൂപവൽക്കരിക്കണമെന്നും ഹേമ കമ്മീഷൻ നിർദ്ദേശിച്ചു. 37. പാലിയം സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ ബി. സി കേശവൻ. ആരാണ്? സി കേശവൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന അയിത്തോച്ചാടന സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ നടന്ന അയിത്തോച്ചാടന സമരം ഏതായിരുന്നു? പാലിയം സത്യാഗ്രഹം. 1947 ഡിസംബർ മുതൽ 48 മാർച്ച് വരെയായിരുന്നു സമരം നടന്നത്. ഇപ്പം കാലഘട്ടം ഏതാണ്? 47 ഡിസംബർ മുതൽ 1948 മാർച്ച്. മുൻകാലത്ത് കൊച്ചിയിലെ മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്ന പാലിയത്തച്ഛന്റെ ചേന്ദമംഗലത്തുള്ള പ്രധാന വാസഗൃഹത്തിന്റെ മുൻപിലുള്ള റോഡിലൂടെ അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചാരം നിഷേധിച്ചതിനെതിരെ ആയിരുന്നു സമരം. 1947 ഡിസംബർ 4-നാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള പാലിയം സത്യാഗ്രഹം സി കേശവൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് 1947 ഡിസംബർ 4. സത്യാഗ്രഹത്തിന്റെ 100-ാം ദിവസം ജാഥ നയിച്ച AG വേലായുധൻ പോലീസ് ലാത്തിച്ചാർജിൽ മരണമടഞ്ഞു. ഇതിനെ തുടർന്ന് സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചു. 38. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. കീഴരിയൂർ ബോംബ് കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ അതാണ് ഇതിനകത്തെ തെറ്റ്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികളുടെ ഒരു ജാഥ കോഴിക്കോട് നിന്നും 1930 ഏപ്രിൽ 13-ന് തിരിച്ച് പയ്യന്നൂർ കടപ്പുറത്തെത്തി. ഏപ്രിൽ 21-ന് ഉപ്പു നിയമങ്ങൾ ലംഘിച്ചു. അപ്പൊ എവിടെ നിന്നാണ്? കോഴിക്കോട് നിന്ന് ആരാണ് വന്നത്? കേളപ്പന്റെ നേതൃത്വത്തിലാണ് ജാഥ വന്നത്. പാലക്കാട് നിന്നും ഒരു ജാഥ TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാനായി പയ്യന്നൂരിലെത്തി. അപ്പൊ പാലക്കാട് നിന്നും ആരുടെ നേതൃത്വത്തിലാണ്? TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ. മുഹമ്മദ് അബ്ദുറഹ്മാൻ, മൊയ്തു മൗലവി എന്നിവർ നയിച്ച ജാഥയും പയ്യന്നൂരിലെത്തി. 1930 മെയ് 12-ന് ഉപ്പു നിയമങ്ങൾ ലംഘിക്കാനായി കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളിച്ച സന്നദ്ധ ഭടന്മാരുടെ നേർക്ക് പോലീസ് അക്രമം നടത്തി. കോഴിക്കോട്ടും മലബാറിന്റെ മറ്റു ചില ഭാഗങ്ങളിലും പ്രക്ഷോഭത്തെ അനുബന്ധിച്ച് ഒരു അണ്ടർഗ്രൗണ്ട് പ്രസ്ഥാനം രൂപം കൊണ്ടു. കോൺഗ്രസ് ബുള്ളറ്റിൻ എന്ന പ്രസിദ്ധീകരണം രഹസ്യമായി അച്ചടിച്ച് അതിന്റെ പ്രതികൾ എല്ലാ ദിവസവും കോഴിക്കോട് വ്യാപകമായി വിതരണം ചെയ്തു. 39. ചുവടെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ വ്യവസ്ഥ അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി. എന്താണ് ഗാന്ധി ഇർവിൻ സന്ധിയിലെ വ്യവസ്ഥ അല്ലാത്തത്? ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കും. ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിനും ഗാന്ധിജിയുമായി 1931 മാർച്ച് 5-ന് ഒപ്പുവെച്ച ധാരണാപത്രമാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഡൽഹി കരാർ എന്നും ഈ ധാരണാപത്രം അറിയപ്പെടുന്നു. നിയമലംഘന കാലത്ത് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരൊഴികെ എല്ലാ തടവുകാരെയും വിട്ടയക്കാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉടമ്പടിയിലൂടെ സമ്മതിച്ചു. എന്നാൽ ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന യാതൊരു ഉറപ്പും ഗവൺമെന്റ് നൽകിയില്ല. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്യണമെന്ന ആവശ്യവും ഗവൺമെന്റ് അംഗീകരിച്ചില്ല. 40.
കേരളത്തിൽ ആദ്യമായി മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനം നടപ്പിൽ വരുത്താൻ കാരണം ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണ്? ആൻസർ ഓപ്ഷൻ എ, ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. മൺസൂണിന്റെ തുടക്കകാലം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനായാണ് നിശ്ചിത കാലത്തേക്ക് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് 1988 മുതൽ 1988 മുതൽ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമായിരുന്നു. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ ഇതുവരെ നിയോഗിച്ചിട്ടുള്ള വിവിധ കമ്മിറ്റികൾ ഇനി പറയുന്നവയാണ്. ഏതൊക്കെയാണ്? ബാബു പോൾ കമ്മിറ്റി 1981, കലവർ കമ്മിറ്റി 1985, ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി 1988, 1991, 2000, PSBR ജെയിംസ് കമ്മിറ്റി 1992, സൈലസ് കമ്മിറ്റി 1992, DK സിംഗ് കമ്മിറ്റി 2006. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചതായിരുന്നു മുരാരി കമ്മിറ്റി. എന്താണ് മുരാരി കമ്മിറ്റി? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മുരാരി കമ്മിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.